വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മോട്ടൂളിൻ്റെ ചെയിൻ ലൂപ്പ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അതിൽ അപ്പോൾ അടുത്ത ഒരു വ്ളോഗുമായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഒത്തിരി ലേറ്റായി, വൈകുന്നേരമായി. ഏകദേശം ഇപ്പം തന്നെ വൈകുന്നേരം 5 മണിയായി. നല്ല മഴക്കോളുണ്ട്, അതേ കണ്ടില്ലേ, കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മഴ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതെ, നല്ലൊരു മഴ കൊണ്ട് വ്ളോഗ് ചെയ്യാമെന്നുള്ള ഇതിൽ തന്നെയാണ് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയത്. പിന്നെ ഇന്ന് ഞങ്ങൾ തനിച്ചല്ല, ഇന്ന് 2 പേര് നമ്മളോടൊപ്പം എക്സ്ട്രാ ഉണ്ട്. കാരണം എന്നും ഇങ്ങനെ ഹെൽമെറ്റ് മാത്രം വെച്ചിട്ട് വ്ളോഗ് ചെയ്യുന്നത് എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് പേര് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ഹെൽമെറ്റ് മാത്രം വെച്ച്, വണ്ടി ഇല്ലാതെ ഹെൽമെറ്റ് മാത്രം വെച്ച് വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് വേറൊന്നുമില്ല, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വണ്ടി ഞങ്ങൾ പുറത്തിറക്കുന്നില്ല, അല്ലാതെ ഞങ്ങൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇല്ലാതെ ചെയ്യുന്നു എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ വണ്ടി കാണിക്കാതെ ഹെൽമെറ്റ് മാത്രം ഇട്ട് ചെയ്യുന്നത്. പിന്നെ ഹെൽമെറ്റ് ചിലർ ചോദിക്കുന്നത് നമ്മൾ ഫേസ് റിവീൽ ചെയ്യാത്ത സ്ട്രെല്ലിനെ കോപ്പി അടിക്കുന്നതാണോ ചിലർ ചോദിക്കുന്നത്. ഞങ്ങൾ ആരെയും കോപ്പി അടിച്ചല്ല. ഇപ്പോൾ ആക്ച്വലി വേറെ ഒന്നുമില്ല, നമ്മുടെ മുഖം ഒന്നാമത്തെ കേസ് മുഖം കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വ്ളോഗ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പോകുന്നുണ്ട്. മാത്രമല്ല പലരും എന്താ പറയുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കാണുന്നത്, നമ്മുടെ മുഖം കാണാൻ വേണ്ടി കാണുന്ന ഒരുപാട് പേരില്ല. അതന്നെ, മുഖം ഒരു പ്രൈമറി ഫാക്ട് അല്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ തരുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന GoPro Hero 8 അപ്പോൾ മൊബൈൽ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഞങ്ങൾ മൊബൈൽ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 പേരുടെ ബൈക്കുകളൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 2 പേരുടെ ബൈക്കുകൾ. എൻ്റെയാണ് ഡോമിനർ, ഇവൻ്റെയാണ് R15 വേർഷൻ 1 അല്ലേ? വേർഷൻ 1 ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞങ്ങളുടെ വണ്ടി. എൻ്റെ ഡോമിനർ ആക്ച്വലി സംഭവം ഇത് വെർഷൻ 1 അല്ല. പലരും ചോദിക്കുന്നത് ഇത് R15S എന്നുള്ള വെർഷൻ 1 ആണോ എന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഇത് വെർഷൻ 1 അല്ല, സംഭവം വെർഷൻ 2 തന്നെയാണ്. വെർഷൻ 2 വെർഷൻ 1ൻ്റെ അതേ ചേസസ്, പിന്നെ അതുപോലെ അതിൻ്റെ തന്നെ ഈ വേറെ ടാങ്ക്, അതുപോലെ തന്നെ ടാങ്ക് വെർഷൻ 2ൻ്റെ സെയിം ആണ്. പിന്നെ കിറ്റ്, ബാക്കി ഫ്രണ്ട് ഫെയറിങ്ങും ബാക്ക് ടെയിൽ പീസും എല്ലാം വെർഷൻ 1 അവർ എടുത്തിട്ടുണ്ട്. പക്ഷേ യൂസ് ചെയ്യുന്ന എൻജിൻ, സ്വിംഗാം, അതുപോലെ അലോയ്സ്, ഡിസ്ക്, ബാക്കി കാര്യങ്ങളെല്ലാം വെർഷൻ 2ൻ്റെ തന്നെയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, അവരതിൽ ഉദ്ദേശത്രേ ഉള്ളൂ. ഇപ്പോൾ വെർഷൻ 2 ഒരുപാട് പേർക്ക് ഫാമിലി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തതിൻ്റെ ഉദ്ദേശം എൻ്റെ അമ്മയെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വെർഷൻ 3 എടുക്കാൻ നിന്നപ്പോൾ വീട്ടിൽ അമ്മയെ കാണിച്ചിട്ട് അമ്മയ്ക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ ബാക്ക് പൊങ്ങി വണ്ടിയൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോയി വെർഷൻ S എടുത്തത്. അപ്പം എനിക്ക് തോന്നുന്നു ഡോമിനറിനേക്കാളും സീറ്റിന് ഹൈറ്റ് കുറവാണ്. ഡോമിനർ പിന്നെയും കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. ഇത് നല്ല ഹൈറ്റും കുറവുണ്ട്, അതുപോലെ നല്ല കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യാത്തതെന്ന് ഓരോ കക്ഷിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതിനെപ്പറ്റി വെർഷൻ എസിനെ പറ്റി ഒരു വ്ളോഗ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ആക്ച്വലി ചെയ്തെന്ന് പറഞ്ഞാൽ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തു, ഇനി അതിനെപ്പറ്റി വ്ളോഗ് ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. സോറി കേട്ടോ. അത് പിന്നെ എൻ്റെ വണ്ടി ഒരു വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. മെയിൻ്റനൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിന്ന് ആക്ച്വലി മെയിൻ്റനൻസിനെ പറ്റി ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെങ്ങനെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് ക്വസ്റ്റ്യൻ ഞങ്ങൾ എടുക്കുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ഏകദേശം കുറഞ്ഞു വരുന്നത് പോലെ ഫീൽ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് എന്താ പറയുക ലോക്ക്ഡൗണിൽ വണ്ടിയൊന്നും അങ്ങനെ പുറത്തിറക്കാതെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വണ്ടി എങ്ങനെയാണ് ലോക്ക്ഡൗണിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ് ഞങ്ങളിന്ന് പറയാൻ പോകുന്നത്. അത്യാവശ്യം എങ്ങനെയാണ് മെയിൻ്റനൻസ് നടത്തുന്നത്. അപ്പോൾ ഇത് ആരും ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല, ഇത് ഞങ്ങൾ സ്വമേധയാ ഞങ്ങൾ എന്താ പറയുക മനസ്സിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ ഒരു സീരീസിൻ്റെ ലാസ്റ്റ് വ്ളോഗാണിത്. അപ്പോൾ കുറച്ച് ഒന്ന് എക്സ്റ്റെൻഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. കഴിവതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക. കാര്യം നമ്മളിതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. ഇതൊന്നും എവിടെ നിന്നും കോപ്പിയല്ല, മറ്റൊരു വ്ളോഗിൽ നിന്ന് കോപ്പി അടിച്ച് പറയുന്നതല്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ കഴിയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, ലേഡീസിനും ജെൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളുടെ നന്നായിട്ട് വരുന്നു ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടതെന്ന് പറയുമ്പോൾ ലോക്ക്ഡൗൺ ആണ്, വണ്ടികൾ ഒരുപാടും യൂസ് ചെയ്യുന്നില്ല, എല്ലാം വെറുതെ വീട്ടിലിരിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കേസ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കേസ് തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കട്ടി മഴക്കാലമാണ്, പിന്നെ അതുപോലെ തന്നെ ലോക്ക്ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ കുറച്ച് പെട്രോൾ റിസർവ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്യൂൽ പമ്പൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 ലിറ്റർ പെട്രോൾ നമ്മൾ വണ്ടിയിൽ റിസർവാക്കി സൂക്ഷിച്ചേക്കണം. അത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ പെട്രോൾ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്യൂൽ ജംഗ്ഷൻ വണ്ടികളാണ്, പമ്പുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഈ പമ്പിൽ മിസ്സിങ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കേസാണ്, എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ പമ്പ് കംപ്ലൈൻ്റ് ആവുന്നത് എങ്ങനെയാണ്, മിസ്സിങ് വരുന്നത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അത് വേറൊന്നുമില്ല, അതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്.
അത് നമുക്ക് ഈ വ്ളോഗിൽ അങ്ങനെ പറയാമല്ലേ? പറയാം. അതിന് അതിനായിട്ട് വ്ളോഗ് ചെയ്യണോ? വേണ്ട. സംഭവം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. പറഞ്ഞോ, കുഴപ്പമില്ല. ഞാൻ സിമ്പിളാക്കി എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ വണ്ടിയിലിപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ കിണറ്റിലെ വാട്ടർ പമ്പില്ലേ, വെള്ളത്തിനകത്തിരുന്ന വാട്ടർ പമ്പ്, അപ്പോൾ അത് ഒരു പരിധിക്കപ്പുറം വെള്ളം താന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇടരുതെന്ന് പറയും. കാര്യം വേറൊന്നുമില്ല, അത് വാക്വം സക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് പമ്പും. പെട്രോള് ഒരു പരിധിക്കപ്പുറം താന്നു കഴിയുമ്പോഴത്തേനും അത് എയർ പിടിക്കും, വാക്വം പിടിക്കും. അപ്പോൾ അങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ പ്രഷർ നിൽക്കാതെ വരും. അങ്ങനെയാണ് മിസ്സിങ് വരുന്നത്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒന്ന്, നമ്മൾ നല്ല പെട്രോൾ, അതായത് പ്രീമിയം പെട്രോൾ, ഇപ്പോൾ ഇവിടെ കിട്ടുന്നതെല്ലാം നല്ല പ്രീമിയം പെട്രോൾ ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കഴിവതും നല്ല പ്രീമിയം പെട്രോൾ ഒഴിക്കാൻ നോക്കിയാൽ. ഭാരത് പെട്രോളിയത്തിൻ്റെ സ്പീഡൊക്കെ നല്ല പ്രീമിയം പെട്രോൾസാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ കഴിവതും ഒരു പെട്രോൾ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഈ പല പമ്പിൽ നിന്ന് പല രീതിയിലുള്ള പെട്രോൾ മേടിച്ച് ഒഴിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു മിനിമം 3 ലിറ്റർ പെട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളൊരു 3 ലിറ്റർ പെട്രോൾ വണ്ടിയിൽ മേടിച്ച് ഒഴിച്ച ശേഷം അതിനെപ്പറ്റി മറന്നുള്ളത്, അത് വണ്ടിയിലില്ലാന്ന് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പമ്പിൻ്റെ ആ ലെവൽ ഓഫ് ഫ്യൂവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ പറ്റും. അടുത്ത ഒരു മേജർ ഒരു ഇഷ്യൂ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ തുരുമ്പിൻ്റെ ടെൻഡൻസിയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കായിരുന്നു, മഴക്കോളുണ്ട്, അത് കാണാൻ പറ്റും. നല്ല കാർമേഘങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല മഴ പെയ്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഴയത്തിരുന്ന വണ്ടി അല്ലെങ്കിൽ മഴയത്ത് ഓടിച്ച് വന്ന വണ്ടി നമ്മൾ പലരും അതുപോലെ തന്നെ കയറ്റി വെച്ച് അങ്ങ് പോകാറുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം വരുന്നൊരു മഴയാണെങ്കിൽ അതിനകത്ത് അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം എന്താണ്, തുരുമ്പിനെ, കൊറോഷനെ പ്രോത്സാഹിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ കൊറോഷൻ സംഭവിക്കും. അപ്പോൾ കഴിയുന്നതും മഴയത്ത് ഓടി വന്ന വണ്ടികൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് നമ്മുടെ ഫ്രഷ് വാട്ടർ വെച്ചിട്ട്, നമ്മുടെ വീട്ടിലെ വെള്ളം വെച്ചിട്ട്, പൈപ്പ് വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് കളയാം. പിന്നെ കൂട്ടത്തിൽ ചെളി, ഓടി വരുന്ന വണ്ടിയിൽ എന്തായാലും ചെളി ഉണ്ടാവും. അപ്പോൾ കഴിയുന്നതും ആ ചെളിയും കൂടെ വാഷ് ചെയ്ത് കളയാൻ ശ്രമിക്കും. നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് കഴുകണ്ട, വന്ന് പറ്റി പിടിച്ചിരിക്കുന്ന ചെളി അപ്പോൾ തന്നെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പണി കഴിയും. കാരണം ഇത് ഉണങ്ങി പിടിച്ചിട്ട് എടുത്ത് കളയുന്നതിനേക്കാൾ എന്തുകൊണ്ട് ബെറ്റർ തന്നെയാണ് എന്താ, അപ്പോൾ തന്നെ കുറച്ച് വെള്ളം അടിച്ചിട്ട് അതങ്ങ് എടുത്ത് കളയുന്നത്. ഈ മണ്ണിരുന്നുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും തുരുമ്പിനെ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ഏത് മണ്ണ്, എവിടെ മണ്ണുണ്ടോ അവിടെ സ്വാഭാവികമായിട്ടും തുരുമ്പ് പിടിക്കും. നിങ്ങൾ തന്നെ കോൺക്രീറ്റ് കണ്ടിട്ടില്ല, നമ്മുടെ ഇടി വെട്ടുന്നുണ്ട് കേട്ടോ, നമ്മുടെ പായൽ പിടിക്കുന്നത് അവിടെ മണ്ണുള്ളത് കൊണ്ടാണ് കോൺക്രീറ്റിൽ പായൽ പിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് വണ്ടിയിൽ തുരുമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മേജർ ഇഷ്യൂ ഒന്നുകിൽ മഴവെള്ളം, അല്ലെങ്കിൽ ഉപ്പ് വെള്ളം, അല്ലെങ്കിൽ മണ്ണ്. അപ്പോൾ ഇത് മൂന്നും കഴിയുന്നതും കോൺടാക്ട് ചെയ്യുന്നത്, അത് മെറ്റൽ പാർട്സുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് ഒഴിവാക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ വണ്ടി ചെയിൻ ലൂബ് ചെയ്യുന്നതിനെ പറ്റിയുള്ളൊരു കാര്യം നമുക്ക് സംസാരിക്കും. ഇപ്പം സംഭവം നമ്മളിപ്പോൾ എന്താണ് ചെയിൻ ലൂബ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ പലരും യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയല്ല പറയുന്നത്, അതിൻ്റെ ഒരു പീരിയഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ കൂടുമ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി അധികം ലോങ് ഡ്രൈവ് ഒന്നും പോകാത്തൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 1000 കിലോമീറ്ററൊക്കെ പോകാൻ പറ്റും. പിന്നെ പലരും പറയുന്നൊരു കേസുണ്ട്, മോട്ടൂളിൻ്റെ ചെയിൻ ലൂബ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. ഇപ്പോൾ സംഭവം എൻ്റെ വണ്ടിയിലായാലും പുള്ളിയുടെ വണ്ടിയിലായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയർ ഓയിലാണ്. ഗിയർ ഓയിൽ വണ്ടി നല്ല രീതിയിൽ, അത് കെറോസിൻ യൂസ് ചെയ്യാതെ ഡീസൽ, കഴിവതും ഡീസൽ തന്നെ യൂസ് ചെയ്യുക. ഡീസൽ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഈ ഗിയർ ഓയിൽ ജസ്റ്റ് ഒന്ന് ഗിയർ ഓയിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞതുപോലെ നോർമൽ യൂസുള്ള വണ്ടി ഒരു 1000 കിലോമീറ്റർ ഓടുന്നു. പക്ഷേ മഴയത്തൊക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 300, 400, 500 കിലോമീറ്ററിൽ ഞങ്ങൾ ലൂബ് ചെയ്യാറുണ്ട്. പിന്നെ മണ്ണെണ്ണ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മണ്ണെണ്ണ നന്നായിട്ട് ഡ്രൈ ചെയ്യും. ഈ ചെയിനിനിടയിൽ നമുക്കറിയാം ഓറിങ് എന്ന് പറയുന്ന റബ്ബർ വാഷർ ഉണ്ട്. നമ്മളെപ്പോൾ കെറോസിൻ യൂസ് ചെയ്യുമോ അപ്പോൾ തൊട്ട് ദ്രവിച്ച് തുടങ്ങും, ചെയിനിന് സൗണ്ട് വന്നു തുടങ്ങും. കാരണം ഞാനിത് പ്രാക്ടിക്കലി എനിക്ക് എക്സ്പീരിയൻസ് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ വണ്ടിയിൽ, ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയിൽ യൂസ് ചെയ്തു, ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മണ്ണെണ്ണ യൂസ് ചെയ്തിട്ട് പണി കിട്ടി, ഓറിങ് പോയി, അന്ന് തൊട്ട് ചെയിനിനൊരു എന്താ പറയുക, ഒരു അബ്നോർമൽ സൗണ്ട് വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ കഴിയുന്നതും ഡീസലിട്ട് മാത്രം വാഷ് ചെയ്യുക. ഡീസലും വേണേൽ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്ത് വാഷ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് ചെയിൻ തുടയ്ക്കുക, തുടച്ചല്ലെങ്കിൽ ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ട് വെക്കുമ്പോൾ, രാത്രി കൊണ്ട് വെക്കുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ട് രാവിലെ ലൂബ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം ചെയിൻ ഉണങ്ങിയിരിക്കും. എന്നിട്ട് എന്താ പറയുക, നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള എന്താ പറയുക ചെയിൻ ക്ലീനർ യൂസ് ചെയ്യണമെന്നില്ല. ഗിയർ ഓയിൽ, സാധാ വെളിച്ചെണ്ണയൊന്നും എടുത്ത് ചോദിക്കരുത്, ഗിയർ ഓയിൽ കിട്ടും. 90, 140 ഗ്രേഡിലുള്ള ഗിയർ ഓയിലുകൾ കിട്ടും. ട്രാൻസ്മിഷൻ ഓയിൽ എന്ന് ചിലർ പറയും. അതെ, ട്രാൻസ്മിഷൻ ഓയിൽ എന്നും പറയണ്ട, അതാണ് ഏറ്റവും ബെറ്റർ. അത്യാവശ്യം നമുക്ക് ഈ മോട്ടീവുകളേക്കാളൊക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേറ്റ് കുറവാണ്. അതെ, 60, 80 രൂപയുള്ളൂ. മറ്റേതൊക്കെ നല്ല എമൗണ്ട് ആണ്, സ്പ്രേ ബോട്ടിൽ നല്ല എമൗണ്ട് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കൊച്ചി വരെയൊക്കെ പോയിട്ട് വരണം, അത് ഏകദേശം ഒരു 400 കിലോമീറ്റർ നമ്മൾ ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉദാസീനത കാണിക്കാതെ എന്തായാലും ചെയിൻ ലൂബ് ചെയ്യുക. കാര്യം അതിനു വേണ്ടി പൊടി അതിൻ്റെ അകത്ത് ഉണ്ടാവും, പൊടിയും ഡസ്റ്റും ഉണ്ടാവുന്നുണ്ട്. ചെയിൻ അരഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മഴ പണി തരും.
അടുത്ത ഒരു മേജറായിട്ടുള്ള മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടയറിൻ്റെ എയർ പ്രഷർ മിക്കുള്ളവരും നോക്കാറില്ല. സത്യം പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ടയറിൻ്റെ പ്രഷറൊക്കെ ചെക്ക് ചെയ്യുക. കാരണം ചെക്ക് ചെയ്യാണ്ട് നമ്മൾ ടയറിൽ എയർ കുറച്ച് ഓടിയാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ടയർ നമ്മുടെ ഭൂമിയുമായിട്ട് അതായത് മണ്ണുമായിട്ടുണ്ടാകുന്ന സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ എന്താ പറയുക, കൂടുതൽ ഏരിയ ടച്ച് ചെയ്ത് പോകുമ്പോൾ അത്രയും ഫ്രിക്ഷൻ കൂടും, മൈലേജ് കുറയാനുള്ള ചാൻസ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു ചെറിയ ഷാർപ്നെസ് ഉള്ളൊരു കല്ലിലോ എന്തെങ്കിലും കയറിയാൽ തന്നെ പെട്ടെന്ന് ടയർ പഞ്ചറായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പം ട്യൂബ്ലെസ് ആണെങ്കിലും ട്യൂബാണെങ്കിലും ഇതേ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ കഴിയുന്നത് ഓരോ ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഒരു 10 രൂപയുടെ കാര്യം അല്ലെങ്കിൽ 20 രൂപയുടെ കാര്യം മാത്രമേ ഉള്ളൂ. 2 ടയറുകളുടെയും എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. അത് കമ്പനി പറഞ്ഞിരിക്കുന്നതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓവറായിട്ടും അടിക്കരുത്, കുറച്ചും അടിക്കരുത്. ഓവറായിട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയുടെയൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം നല്ല മഴയുണ്ട്, അപ്പോൾ ലൈറ്റൊക്കെ വളരെ കുറവാണ്. ഗോപ്രോയ്ക്ക് അധികം ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷനിൽ ഗോപ്രോയുടെ പിക്ചർ ക്വാളിറ്റി അത്ര ബെറ്റർ അല്ല. എന്നാലും ഞങ്ങൾ എന്തായാലും മെനക്കെട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. നല്ല മഴയാണ്, വെറൈറ്റി ആയിരിക്കും. അതെ, എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ടയർ പ്രഷർ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നതായിപ്പോൾ മഴ പെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ വണ്ടിയെല്ലാം നനഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെന്നിട്ട് ഉറപ്പായിട്ടും ഫ്രഷ് വാട്ടറിൽ വാഷ് ചെയ്ത് വയ്ക്കണം, അല്ലെങ്കിൽ തുരുമ്പെടുക്കും. കാരണം ഇപ്പോഴത്തെ വണ്ടികളുടെയൊക്കെ ഷാസിയൊക്കെ പെട്ടെന്ന് തുരുമ്പെടുക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്, ഇല്ലേ? അതെ. അപ്പോൾ അതൊരു മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ കഴിയുന്നതും നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇറക്കുമ്പോൾ നമ്മുടെ പഴയ ഷോറൂം കണ്ടീഷനിൽ തന്നെ വണ്ടി ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം ഞാനും നമ്മളെല്ലാവരും കഴിയുന്നതും ഷോറൂം കണ്ടീഷനിൽ തന്നെ എപ്പോഴും വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനാണ് നോക്കുന്നത്. എൻ്റെ വണ്ടി ഇപ്പോൾ 1 വർഷം ആകാറായ വണ്ടിയാണ്. ഇപ്പോഴും ഞാൻ അത്യാവശ്യം എൻ്റെ നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. നല്ല മഴയുണ്ട്, അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മഴ ഇപ്പം നമുക്ക് വണ്ടി കൊണ്ടുവന്നാലും കഴുകണം. മഴയുടെ കേസ് പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വാഷ് ചെയ്യുമ്പം പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിറ്റർജൻറ്റ്, പലരുടെയും വണ്ടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെയർ ഷാമ്പു യൂസ് ചെയ്താണ് വണ്ടി കഴുകുന്നത്. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ കാർ വാഷ് കാറിൻ്റെ ബോഡിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഷാമ്പു കാർ വാഷ് അത് തന്നെ നമുക്ക് കിട്ടും. അത് തന്നെ വാങ്ങിച്ച് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. കാര്യം വേറൊന്നുമല്ല. അപ്പോൾ ചിലർ ചോദിക്കും, ഇപ്പോൾ കാർ വാഷിലുള്ള കെമിക്കലിനേക്കാളും ഹെയർ ഷാമ്പുവിന് കെമിക്കൽ കുറവാണല്ലോ എന്ന് ചോദിക്കും. പക്ഷേ ഇതിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ വേറെ, വണ്ടിയുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ വേറെ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ബോഡിക്ക് ഹാംലെസ് ആയിട്ടുള്ള രീതിയിലുള്ള, അതായത് അഴുക്ക് മാത്രം പോകാത്ത രീതിയിലുള്ള ഈ കെമിക്കൽസാണ് നമ്മുടെ കാർ വാഷിലുള്ളത്. അപ്പോൾ നമ്മൾ കഴിവതും വണ്ടിയുടെ ബോഡിക്ക് ഏതാണ് ഇറക്കുന്നത്, വണ്ടിക്ക് വേണ്ടി ഇറക്കുന്നത് ഏതാണ് അത് യൂസ് ചെയ്യുക. അല്ലാതെ നമ്മുടെ മനുഷ്യൻ്റെ തലയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല വണ്ടിയിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പലരും വണ്ടി യൂസ് ചെയ്യാറില്ല. അപ്പോൾ വണ്ടി ഇപ്പോൾ നമ്മൾ ഈ പറയണ ഈ കഴുകി വയ്ക്കുന്നതും ബാക്കി സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്നതും ഓക്കെ. പക്ഷേ വണ്ടി ഓടാതിരുന്നു കഴിഞ്ഞാൽ ടയറിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം ഉണ്ടാകും. അത് പോരാതെ വരുന്ന പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, അങ്ങനത്തെ കേബിൾ ഐറ്റംസ് എല്ലാം നല്ല ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി ഒരു 2-3 ദിവസം കൂടുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്നെടുത്ത് നമ്മൾ ഈ കിടന്ന് ഈ പറയുന്ന പോലെ ഈ റോഡിലിറക്കി അങ്ങനെ പോകണം ഇങ്ങനെ പോകുന്ന സ്പീഡിൽ പോകണം അങ്ങനെയൊന്നുമില്ല. എന്നാൽ നമ്മൾ മിനിമം ഒരു 5 മിനിറ്റ് വണ്ടി ഒന്ന് യൂസ് ചെയ്യുക, വണ്ടി ഒന്ന് ഓടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഒരു സംഭവം അതിൽ നമുക്ക് ഉപയോഗം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലച്ച് അല്ലെങ്കിൽ ആക്സിലേറ്റർ കേബിളിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ അതിരുന്ന് സ്ട്രക്ക് ആവത്തില്ല. അപ്പോൾ ഇത് സ്ട്രക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. വണ്ടി ഓവറായിട്ട് റൈസ് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്ലച്ച് കേബിൾ സ്ട്രക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോയുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പുറത്ത് ഒരു അധികമൊന്നും വേണ്ട, ഒരു 1 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ വീട്ടിന് ചുറ്റാതെ തന്നെ 1 കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശക്തമായ മഴയും നല്ല കാറ്റും അതുകൊണ്ട് നല്ല മിന്നലും ഉണ്ട്. മാത്രമല്ല ലൈറ്റിൻ്റെ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഡാർക്കായിട്ടാണ് എല്ലാം കാണുന്നത്. അപ്പോൾ ക്യാമറയിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നോണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നാലും ഭയങ്കര മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ച ഡ്യൂറേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ നമ്മൾ ബാക്കി ചെയ്യുന്നതാണ്.